ഇപ്പോഴേ പവർ കണ്ടത് ഇങ്ങനെയൊക്കെയാണെന്നില്ല ഇപ്പോഴെ ഇതുപോലെ സ്വീകരണം എല്ലാവർക്കും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അതാത് സ്റ്റാളിൽ പോയി നിൽക്കുക. സ്ഥാപനം ശ്രദ്ധിക്കാം. രക്ഷിതാക്കൾ കയറാൻ പറയും. പുറത്ത് വിദ്യാർത്ഥികളൊക്കെ അതാത് സ്റ്റാള് ഓരോരുത്തരും സ്റ്റാള് വന്നിട്ട് അതിൽ പോയി നിൽക്കുക. പുറത്തു നിൽക്കുന്ന നമ്മുടെ പുരുഷന്മാരെല്ലാവരും ഇവിടെ മുന്നിൽ സീറ്റ് കടവന്നിരിക്കുക. സ്ത്രീകൾക്ക് ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നിൽക്കുക. പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ, സുദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന്റെ വേദിയല്ല. 10 മിനിറ്റിനുള്ളിൽ എല്ലാം മുതിർന്ന രൂപത്തിൽ ചെറിയ ഉദ്ഘാടന സെക്ഷൻ മാത്രം ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ വിഷയം ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ യോഗത്തിന്റെ ഫുഡ് എന്ന് പറയുന്ന യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ മഹലിന്റെ കാരണവരും നമ്മുടെ മഹലിന്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ബാബക്കയാണ്. അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദി ഔപചാരികമായി നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ അഭിനന്ദനാകുന്ന നമ്മുടെ മെമ്പറും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന സജീവ സാന്നിധ്യമായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ മെമ്പർ മുഹമ്മദ് ഷാഫിഖിനെയൊക്കെ വളരെ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇതിൽ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹല്ലത്തിന്റെ കർമ്മധീരനായ സെക്രട്ടറി സൈദുക, അതുപോലെ നമ്മുടെ സാജ്, അതുപോലെ നമ്മുടെ സൈദുദ്ദീൻ, അതിനൊക്കെ ഉപരി നമ്മുടെ നാട്ടുകാരനും നമുക്ക് അഭിമാനിക്കാനുള്ള വകയിലുള്ള അഭിവന്ദനാവുന്ന ഫാറൂഖ് ഉസ്താദ്, നമ്മുടെ റേഞ്ചിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഈ മഹത്തരമാകുന്ന രീതിയിൽ ആശംസ അർപ്പിക്കും. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞ് ഈ പരിപാടി ഉമ്മമാരോട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആദ്യമായിട്ടാണ് നമ്മുടെ മദ്രസയിലെ ഇങ്ങനെയുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ഉദ്ദേശിച്ചിരുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഉസ്താദന്മാരും വിദ്യാർത്ഥികളും ഈ കാണുന്ന രൂപത്തിലൊക്കെ അത് സെറ്റപ്പ് ചെയ്തു തന്ന് ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, രക്ഷിതാക്കളുണ്ട്. നിങ്ങളുടെ മുന്നിൽ കാണുന്ന വിഭവങ്ങളൊക്കെയും നമ്മുടെ ഉപ്പമാരും ഒരുക്കി തന്നതാണ്. കൂട്ടത്തിലൊരു കാര്യം പറയാൻ, നമ്മുടെ മക്കളാണ് ആദ്യമായി ചെയ്യുന്ന പരിപാടിയാണ്. പോരായ്മയോ ന്യൂനതയോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സവിനയം അത് ഉണർത്തണം, അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും വാങ്ങണം, ഫ്രീ ആയിട്ടല്ല. അവരൊരു വില നിശ്ചയിച്ചുകൊണ്ട് അത്തോടെങ്കിലും ചെറിയ രൂപത്തിൽ വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ ഫണ്ട് നമ്മുടെ മദ്രസയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ്. അതല്ലാതെ കുട്ടികൾക്കും ഉസ്താദന്മാർക്ക് ആർക്കുള്ളതല്ല. ഓരോ സ്റ്റാളിലും ഓരോ കേസുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അവര് ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റ് എത്ര രൂപയുണ്ട് എന്നുള്ളത് ഇവിടെ ഏൽപ്പിക്കും. അത് അടുത്ത ദിവസത്തെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെയും നിങ്ങളെയും അറിയിക്കും. അത് എന്ത് ചെയ്യണമെന്നുള്ളത് പിന്നീട് എന്ത് ചെയ്യാം, എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷത്തിലുള്ള സ്വാഗതവും പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നൽകിക്കൊണ്ട്
ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷന്റെ അഭാവത്തിൽ അധ്യക്ഷന് വേണ്ടി പ്രിയപ്പെട്ട മെമ്പറെ ആദ്യം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അധ്യക്ഷ സ്ഥാനം ലഭിച്ച ഗോളത്തിന്റെ വേദിയിൽ സഹോദരി സഹോദരങ്ങൾ എല്ലാവരും ഇതിന്റെ ഉദ്ഘാടനം ഉത്തരവാദിത്വം നമ്മൾ ഓരോ കലാകാരങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നുണ്ടാക്കി അതിന്റെ കാര്യങ്ങൾ നടത്തി ഇങ്ങനത്തെ ഒരു വിജയമാക്കി ലക്ഷ്യം അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് നടത്തി നമ്മളത് വിജയമാക്കാനുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ കുട്ടികൾ കൊണ്ടുവന്ന വിഭവങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന വിഭവങ്ങൾ നമ്മളെ രക്ഷിതാക്കൾ അതേമാതിരി പ്രധാനമന്ത്രിമാർക്കാർ പുകഴ്ച അത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുട്ടികളെ പരിപാടി തുടങ്ങുന്നത്. അതെന്തായാലും നിങ്ങൾ നല്ല ഭംഗിയാക്കുന്ന എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ പരിപാടി മനോഹരമായി വളരെ ഇത്ര ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഉദ്ഘാടനം ഇത്ര വല്ലാത്തൊരു ഉദ്ഘാടനമാണ് മനോഹരമായ ഒരു ഷോക്കായി മാറി. മറ്റൊരു വണ്ടി വലിയ വണ്ടി എന്റെ ഫ്രണ്ടിലേക്ക് കയറ്റി എന്റെ സുഹൃത്ത് അതുപോലെ തന്നെ വണ്ടിയിൽ കയറ്റി നടക്കുമ്പോൾ ആ ഒരു സ്വീകരണം രണ്ട് വാക്കിൽ സ്വാഗതം പറയാൻ മഹലിന്റെ സെക്രട്ടറി കൂടിയായ നമുക്ക് എല്ലാ കാലത്തും അതുപോലെ മദ്രസാ സ്ഥാപനങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ വിദഗ്ധരായിട്ടുള്ള രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് എന്താണ് കേരളത്തിലൊക്കെ നമുക്ക് ഇതിന്റെ ഏകദേശം മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് വിൽപ്പന നടത്താൻ വെച്ചിട്ടുള്ളത്. ഏതായാലും അല്ലാഹുവിന്റെ കാരണത്താൽ രണ്ട് വിജയമാക്കി കുട്ടികൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെടാൻ ബിസിനസ് ചെയ്ത് ഒരു പരിചയം ഉണ്ടാവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഏതായാലും നല്ല പരിപാടിയുടെ ഇതിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അസ്സലാമു കാണാൻ പറഞ്ഞു. അടുത്തതായി നമുക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ നമ്മുടെ മെമ്പർ പ്രിയപ്പെട്ട നമ്മുടെ തവനൂർ ഏജന്റ് അജയനായ സെക്രട്ടറിയുമായ ഫാറൂഖ് ഉസ്താദിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ഈ മഹല്ലത്തിന്റെ ഖതീബും ഈ മദ്രസയുടെ സുഹൃത്തുമായ മുഹമ്മദ് സാഹിബ് ഉസ്താദ്, ഈ മഹല്ലത്തിന്റെ മുഖ്യ കാര്യദർശി സൈദക്ക, അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ അജയ്യനായ അൻവർ ഷാഫി, അതുപോലെ തന്നെ സൈനുദ്ദീൻ സാജിദ്, എന്റെ മുന്നിലിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, ഈ മദ്രസയിലെ ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതികൾ കൊണ്ട് ഈ വർഷം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവരാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ പുതുമയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു
കുട്ടികളാൽ നമ്മുടെ രക്ഷിതാക്കളാൽ ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം ആദ്യമായാണ് ഈ മഹല്ലത്തിലെ മദ്രസയിൽ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി, ഈ മക്കള് അവരുടെ രക്ഷിതാക്കൾ അവർക്ക് ഒരുക്കി കൊടുത്ത ഭക്ഷണങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഒരുപാട് അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഈ മഹല്ലത്തിന്റെ, ഈ മദ്രസയുടെ ഉസ്താദുമാർ, അതിന് പ്രചോദനം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ യുവാക്കൾ, അതുപോലെ തന്നെ മീനാദാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഏത് സമയത്തും അവരുടെ സന്നദ്ധ സഹചാരികളായി ഇവരുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭക്ഷണം, അവർ കൊണ്ടുവന്ന ഭക്ഷണം അവർ ഒരു അർഹിക്കുന്ന റേറ്റ് അതിനിട്ടിട്ടുണ്ട്. ആ പൈസ കൊടുത്ത് അവർക്ക് അത് മേടിച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ ഈ മഹല്ലത്തിന്റെ, ഈ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. നല്ല തീരുമാനമാണ്. ഏതായാലും എല്ലാവരും നല്ലൊരു സംഖ്യ കൊടുത്ത്, 10 രൂപ പറഞ്ഞാൽ 20 രൂപ അല്ലെങ്കിൽ 15 രൂപ അങ്ങോട്ട് കൊടുത്ത് അവർക്ക് സമ്പത്ത് അവരിലേക്ക് കൂടുതൽ കൊടുത്ത് അടക്കത്തിലും തൂക്കത്തിലും കുറവ് വരുത്താത്ത രൂപത്തിൽ കച്ചവടം ചെയ്യാനും ബിസിനസ് നടത്താനും, എങ്ങനെയാണ് ബിസിനസ് നടത്തുക, കച്ചവടം ചെയ്യുക എന്ന് നമ്മുടെ മക്കളിൽ അത് വലിയൊരു പാഠം നൽകിക്കൊണ്ട് നമ്മൾ അവരെ സഹായിച്ച് ഈ പരിപാടി നിർമ്മിച്ച വിജയമാക്കുക. എന്റെ ഈ പരിപാടിയിലേക്ക് ഈ നാട്ടുകാരൻ എന്നതിലുപരി ഈ തവനൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെതിലേക്ക് ക്ഷണിച്ച ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഈ മദ്രസയുടെ സദീപുമായ സഅദി ഉസ്താദും മറ്റു ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സേവനങ്ങൾ അർഹമായ രൂപത്തിൽ സ്വീകരിച്ച് ഇതെല്ലാം അവർക്ക് നാളെ റബ്ബിന്റെ അടുത്തൊരു മുതൽക്കൂട്ടായി, ഒരു സംവിധാനമായി ഇതെല്ലാം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇനിയും ഇവിടുത്തെ ഉസ്താദുമാർക്കും സൈനുദ്ദീനൊക്കെ സംസാരിക്കാണ്ട് നമ്മുടെ മെമ്പർക്ക് തിരക്കുള്ളതിന്റെ പേരില് ആദ്യ വിൽപ്പന, നമ്മുടെ ഈ സ്റ്റാളിന്റെ ആദ്യ വിൽപ്പന നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ, നമ്മുടെ മഹല്ല് സെക്രട്ടറി കൂടിയായ, നമുക്ക് എല്ലാ കാര്യവും സപ്പോർട്ട് നൽകുന്ന സൈദക്കാർക്ക് ആദ്യ വിൽപ്പന. അത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട അപ്പോട്ട് അപ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും. ആദ്യ വിൽപ്പന ആ പോട്ടിലേക്ക് ഉസ്താദേ, ഇത് ആദ്യ വിൽപ്പന അവിടെ മാറി അപ്പോൾ പോയി കടപ്പോയി. നമ്മുടെ ആദ്യ വിൽപ്പന നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറിൽ നമ്മൾ സൈനിക കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ ബർക്കത്ത് നൽകട്ടെ. മറ്റൊരു കാലത്ത് എല്ലാവരും അതിനെന്താ പറയാ? 2 രൂപ.
പ്രായമുള്ള കാലം കേശറായിട്ടാ എന്നിങ്ങനെ എണ്ണിക്കോ എണ്ണി പൈസ ഒന്ന് എണ്ണിക്കേ ഓക്കെ പത്തിട്ടാ ഉണ്ടാവും കച്ചവടം ചെയ്തിട്ട് കാട്ടാണ് അഞ്ഞൂറായ ആ അങ്ങനെ കാണിച്ചാൽ ഏകദേശം കൊടുത്തു